അപ്പം കേരളത്തിലിപ്പം പല തരത്തിലുള്ള മോശമായിട്ടുള്ള സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് മയക്കുമരുന്ന് കേസുകളാണെങ്കിലും പലതരത്തിലുള്ള അങ്ങനത്തെ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. കൊലപാതകങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനീതികൾ വർദ്ധിച്ചു വരുന്നത് ഒരു പരിധിവരെ നമ്മുടെ നിയമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശിക്ഷാരീതികളും തെറ്റായതുകൊണ്ടാണെന്ന് അഭിപ്രായപ്പെടുന്ന പല ആളുകളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അതിനൊക്കെ കാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കാരണക്കാര് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ലഹരിയാണ് ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം സ്വയം ബോധമില്ലാതെ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാരാണെങ്കിലും ഇതിൽ കൂടുതലായിട്ട് പ്രതികരിക്കുന്നത് അവരെ എന്തെങ്കിലും നമ്മൾ ഉപദേശിക്കാൻ പോകുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു ഭീഷണി മുഴക്കിയിട്ടായിരിക്കും അവരുടെ മുമ്പിലേക്ക് ആ കുട്ടികളാണെങ്കിലും എല്ലാവരും വരുന്നത്, യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും വരുന്നത്. അപ്പൊ ആ ഒരു പേടി ഇവർക്കുണ്ട്. പക്ഷെ വേറൊരു കാര്യം ഇതിനകത്ത് എടുത്ത് പറയാനുള്ള, ഈ നാട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരും കുറച്ച് കാറ്റഗറീസ്, കുറച്ച് ആൾക്കാരും കൂടെ ഈ സദാചാരം കളിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി, അവരുടെ ഒരു പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടാണെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ ഇവർക്ക് ആർക്കും ഒരു ഭയവും ഇല്ല. പക്ഷെ ഇത്തരത്തിലൊരു കേസ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പ്രതികരിക്കാനാണ് പലർക്കും പേടി. എന്നാൽ സദാചാരം കളിക്കാൻ ആർക്കും ഒരു പേടിയുമില്ല. അതൊക്കെ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലാണെങ്കിലും, അതായത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു +1ലും +2ലും പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ചൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനെ വീഡിയോ എടുത്ത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ, ഇല്ലെങ്കിൽ അവരൊന്ന് കൈപിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് എന്ത് തോന്നിയ ഇതൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ അതേസമയം ഒരു 3 ആൺകുട്ടികൾ ഒരു പൊതുസ്ഥലത്ത് നിന്ന് മദ്യപിക്കുകയോ ഇല്ലെങ്കിൽ പുകവലിക്കുകയോ അവരെ ഒന്ന് എതിർക്കാനോ അല്ലെങ്കിൽ അവരോട് ചോദിക്കാനോ നമ്മളൊന്ന് പേടിക്കും യഥാർത്ഥത്തിൽ. പേടിക്കാനുള്ള കാരണമുണ്ട്. കാരണം അവര് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അവര് നമ്മളെ ചിലപ്പോൾ ആക്രമിക്കും. അങ്ങനെയുള്ള ഒരു പേടി കാരണമാണ് പൊതുസമൂഹം അവരെ ആക്രമിക്കാത്തത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സദാചാരം കളിക്കാത്തത്. പക്ഷെ സദാചാരം എന്ന് പറഞ്ഞ് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് നിർത്തുന്നിടത്ത് മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അക്രമാസക്തരായവരാണെന്നുള്ള വ്യക്തമാണ്. പക്ഷെ ഈ അക്രമം നമുക്ക് നേരെ തിരിയുമ്പോൾ, അതായത് ഈ അക്രമം മൂലം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, ചിന്തിക്കാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇവർ കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ അക്രമങ്ങൾ അത് കണ്ണടച്ച് കാണുകയോ ഇല്ലെങ്കിൽ അത് വലിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയോ ചെയ്യണം. നമ്മുടെ മുമ്പിൽ തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. അതിപ്പോൾ സദാചാരം ഉണ്ടെങ്കിൽ സദാചാരം, അതായത് ആണും പെണ്ണും നിങ്ങളുടെ സദാചാരത്തിന് കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഇവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ നമ്മൾ എന്തായാലും സദാചാരം അങ്ങനെ നമ്മൾ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതെ, ഈ സദാചാരം കാണിക്കുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും പ്രതികരിക്കണം എന്നുള്ളതാണ്. പ്രതികരണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്നും വൈറലായിരുന്നു. ലഹരിക്ക് അടിമയായി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന യുവാക്കളെ ഈ പരിസരത്ത് കണ്ട നാട്ടുകാർ ചോദ്യം ചെയ്യും, തല്ലും, പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കും. അതിന് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് വലിയ പോസ്റ്ററൊക്കെ വെച്ച് ആ പോസ്റ്റർ ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സമൂഹം ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന നമ്മൾ പൊതുസമൂഹമാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും കാണാതെ നടിക്കുക എന്നുള്ള പ്രവണത മാറ്റിവെച്ച് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു നടപടിക്രമം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അറിയിച്ച് അതിനൊരു എന്താ പറയുക നടപടിക്രമം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ തന്നെ ഇത്തരം കേസുകളൊക്കെ നമുക്കില്ലേ കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ് പോലീസിന്റെ ഒരു അനാസ്ഥ എന്നുള്ളത്. കാരണം പണ്ട് പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാണും പെണ്ണും ഒരുമിച്ചൊരു ഹോട്ടലിൽ റൂം എടുത്തു ഇല്ലെങ്കിൽ അവരുടെ ഒരുമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടപാടെ പുളകം കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ച് ആ തെറ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പോലീസ് ജനതയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇല്ല കണ്ടിട്ടുണ്ട്. അതേസമയം ഒരു ലഹരിയുടെ കേസ് വന്നാൽ അല്ലെങ്കിൽ ഒരു കുട്ടികൾ തമ്മിലുള്ള ഒരു അക്രമത്തിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ ഈ പോലീസിന്റെ ഒരു ശുഷ്കാന്തി എവിടെ പോയി എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ പോലീസിന്റെ ഒരു മിസ്റ്റേക്കും ഇതിനകത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലീസും കുറച്ച് സ്ട്രിക്റ്റ് ആവണം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പോലീസിന്റെ ലാത്തി പ്രയോഗം തിരികെ കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം. അതായത് തെറ്റ് ചെയ്യുന്നവന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ. അത് ലാത്തിയടിയാണ് ലാത്തിയടി, അതുപോലെ ടീച്ചർമാർ ചൂരലിനടിക്കുകയാണെങ്കിൽ ചൂരലിനടി. അതൊക്കെ നമ്മളെ നന്നാക്കിയിട്ടേ ഉള്ളൂ എന്നാണ്
കുറച്ച് ആളുകൾ പറയുന്നത്. നമ്മളാണെങ്കിലും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് അടിച്ചു വളർത്തണം എന്നുള്ള കാര്യമല്ലേ. അത് ശരിക്കും പ്രാബല്യത്തിൽ വരണം. കാരണം നമ്മളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി വേണം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ചൂരൽ പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു അല്ലേ. ആ ഒരു സമയം അടുക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഹൃദയമിടിപ്പുണ്ടല്ലോ. ഹോംവർക്ക് കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്താൽ പോലും ആർക്കും തല്ല് കൊടുത്തിട്ടായിട്ടുള്ള ഒരു കഥയൊന്നുമില്ല. ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ എത്ര കുറ്റം ചെയ്തതിൽ പ്രതിയാണെങ്കിലും നമ്മളിപ്പോ കോടതിയിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഹാജരാക്കുന്ന സമയത്ത് കോടതി തന്നെ ചോദിക്കുന്നതാണ്, എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും മാനസികപരമായിട്ട് എങ്ങനെയെങ്കിലും അവരെന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് മാത്രമാണ് ചോദിക്കുന്നത്. കാരണം ആ ഒരു പ്രതിയെ സംരക്ഷിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ളത്, പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾക്ക് മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ നാട്ടിലെ അക്രമങ്ങൾ വർദ്ധിച്ചു വരുമെന്നുള്ളത് തീർച്ചയാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കുക, നമ്മളൊരു പൗരനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ മേലെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്നുള്ള മനസ്സിലാക്കുക. ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു സംഘടനയോ എന്തായാലും പ്രവർത്തിക്കുന്നുണ്ടാവും. അവര് തീരുമാനിച്ചാൽ മതി, യുവാക്കളായിട്ടുള്ള ഒരു സംഘടന ആയിരിക്കുമല്ലോ എന്തായാലും അതിനകത്ത്. അപ്പൊ അവര് തീരുമാനിച്ചാൽ മതി ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം നമ്മുടെ നാട്ടില് എന്താ പറയാ കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കണമെന്ന് അവര് തന്നെ തീരുമാനിച്ചാൽ തന്നെ കുറെയൊക്കെ പ്രശ്നങ്ങൾ ഒതുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടേതായിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ വേണം. എല്ലാ കാര്യത്തിനും ഒരു ഡിസിപ്ലിൻ വേണം. നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടത്താനുള്ള കപ്പാസിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം നമ്മൾ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോഴാണ് സമൂഹം മുഴുവനും നന്നാവുന്നത്. ആ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ യുവതലമുറയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ആ ഒരു കാര്യം എല്ലാം കൂടെ കൊണ്ടുവരുമ്പോഴാണ് സമൂഹം നന്നാവുന്നത്. ആ സമൂഹം നന്നാവുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണും എന്നുള്ളത് മനസ്സിലാക്കുക. അതുവഴി നല്ലൊരു യുവതലമുറ ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ ഇനി.